റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശ്വാസം അല്ലെങ്കിൽ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആ സംവിധാനം, നമ്മുടെ ശരീരത്തിന്റെ സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ നമ്മൾ ബ്രീത്തിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ഓൾമോസ്റ്റ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ബ്രീത്തിങ് ശരിയായ രീതിയിൽ ബ്രീത്ത് ചെയ്യാത്തതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം പണ്ടൊക്കെ നമ്മൾ നല്ല രീതിയിൽ കായികമായിട്ട് അധ്വാനിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി ബ്രീത്ത് ചെയ്യുകയും ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കായികമായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ സെഡൻഡറി ലൈഫ്, ജോലിക്ക് പോയി കഴിഞ്ഞാലും ഏതെങ്കിലും ചെയറിലിരുന്ന് എ സിയിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഈ പറഞ്ഞ ഈ കാലഘട്ടത്തിലുള്ള പല അസുഖങ്ങളും ഉണ്ടാകാനുള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ ആഴ്ചകൾ ജീവിക്കാം, വെള്ളമില്ലാതെ ദിവസങ്ങളോളം ജീവിക്കാം. പക്ഷെ പ്രാണവായു ഇല്ലാതെ എത്ര നിമിഷം നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നൊരു ചിന്ത മാത്രം മതി നമ്മളുടെ ബ്രീത്തിങ്ങിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ. അപ്പൊ ആ ബ്രീത്തിങ്ങിന്റെ ഇമ്പോർട്ടൻസും നമ്മുടെ ശരീരത്തിന് കൊടുക്കേണ്ട ഓക്സിജന്റെ അളവും നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അത് ഡീപ്പായിട്ട് അറിഞ്ഞുകൊണ്ട് ശരിയായ രീതിയിൽ ബ്രീത്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അത് പോകെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് പിന്നെ അതൊരു ഹാബിറ്റായി മാറും. നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ ചെയ്യുന്ന, നമ്മളായിരിക്കുന്നത് എല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തൊരു ഹാബിറ്റാണ്. നമ്മളെ ചെറുപ്പം മുതൽ നമ്മൾ പഠിപ്പിച്ച നമ്മുടെ പേരൻസ് ആയിട്ടും ടീച്ചേഴ്സായിട്ടും നമ്മളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തും അയലക്കാരും ബന്ധുക്കളും ഒക്കെ പറയുന്ന കേട്ട് നമ്മളുടെ മനസ്സിൽ ഒരു രീതി വന്നിട്ടുണ്ട്. അതൊരു ഹാബിറ്റായി മാറിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ എന്നും രാവിലെ കുളിക്കുന്നുണ്ട്, പല്ല് തേക്കുന്നുണ്ട്, ഇതൊക്കെ ഒരു ഹാബിറ്റായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. അതിപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളുടെ എക്സർസൈസ് ചെയ്യുക, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എന്താണ് നമ്മുടെ ശരീരത്തിന് കുറവുള്ളത് എന്ന് കണ്ടെത്തി അത് സപ്ലിമെന്റ് ചെയ്യുക. അത് നമ്മൾ സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആക്ടിവിറ്റി ആണോ കുറവ്, ആക്ടിവിറ്റി ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ബ്രീത്തിങ് ആണോ ശരിയല്ലാത്തത്, അത് നമ്മൾ ചെയ്ത് കറക്റ്റ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുഡാണോ പ്രശ്നം, ആ ഫുഡും നമ്മൾ കറക്റ്റ് ചെയ്യണം. അങ്ങനെ കറക്റ്റ് ചെയ്ത് നമ്മളൊരു ഹാബിറ്റ് ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്യാവശ്യം. ഇപ്പൊ ഫുഡ് കഴിക്കുന്നതാണെങ്കിലും ഇപ്പൊ 3 നേരം കഴിക്കുന്നതിന് പകരം 4-5 പ്രാവശ്യം കഴിക്കുന്നത് ഒരു ഹാബിറ്റായി മാറിയിരിക്കുകയാണ്. നമ്മളിപ്പോ സപ്പോസ് ഒരു 10 മണിക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കുന്നു എന്ന് വിചാരിക്കാം. ഒരു തുടർച്ചയായിട്ട് ഒരാഴ്ചയൊക്കെ കഴിക്കുമ്പോൾ കറക്റ്റ് ആ ടൈം ആകുമ്പോൾ നമ്മൾ വിശക്കും. അത് നാച്ചുറൽ ആണ്. നമ്മുടെ ബോഡി അതുമായിട്ട് അക്കസ്റ്റംഡ് ആയി നമ്മൾ കറക്റ്റ് ആവുമ്പോൾ ആ സമയത്ത് ബെല്ലടിക്കുന്ന പോലെ, അലാറം വയ്ക്കുന്ന പോലെ നമുക്ക് വിശപ്പാനും പോകും. അതേസമയം നമ്മൾ അത് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അതും നമ്മളുടെ ബോഡി കുറെ കാലം കഴിക്കാതിരിക്കുമ്പോൾ അതും അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അതും നമ്മുടെ ഹാബിറ്റായിട്ട് മാറും. അതുപോലെ തന്നെയാണ് നമ്മൾ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ഫുഡ് കുറച്ച് കഴിക്കുക, അരിയാഹാരം കുറച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ കഴിക്കുന്നതിന്റെ പകുതി കഴിച്ചാൽ മതി പല ആളുകൾ. അത് കുറച്ച് കഴിയുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയാലും കുറെ കഴിയുമ്പോൾ അതും നമ്മുടെ ഒരു ഹാബിറ്റായി മാറും. അതിനുശേഷം നമ്മൾ ചോറ് കുറച്ച് ആ സ്ഥാനത്ത് പച്ചക്കറികൾ, സാലഡ്സ് കഴിക്കാൻ ശ്രമിക്കുക. സാലഡ്സും കഴിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതും കഴിക്കാനുള്ള നമ്മളൊരു ഹാബിറ്റ് ആവും. നമ്മൾക്ക് അത് കഴിക്കണമെന്നത് ആ രീതിയിലാണ് എല്ലാം. അപ്പൊ ബ്രീത്തിങ്ങിന്റെ ഇതും ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ഹാബിറ്റ് ആക്കിയത്. നല്ല ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ സക്സസ് എന്ന് പറയുന്നത്. സക്സസ് എന്ന് പറയുന്നത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക ഉള്ളതാണ്. സക്സസ് എന്ന് പറയുന്ന കുറെ സമ്പാദിക്കുന്നതിലുള്ള നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളുടെ ശരീരത്തിന് ആരോഗ്യവും മനസ്സമാധാനവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി അത് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനം. അപ്പൊ അതിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ബ്രീത്തിങ് ആണ്. ആ ബ്രീത്തിങ്ങിനെ കുറിച്ചുള്ള എന്താണ് നമ്മുടെ ശരീരത്തിൽ ബ്രീത്തിങ്, റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്, എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ശ്വാസം എടുക്കുക, ബ്രീത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ലങ്സ് ആണ്. മെയിൻ ബ്രീത്തിങ് ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ ഓർഗൻ എന്ന് പറയുന്നത് ലങ്സ് ആണ്. അത് എയർ സ്റ്റോർ ചെയ്യാനും അവിടെയാണ് പ്രോസസ്സിങ് നടക്കുന്നത്. എന്താണ് പ്രോസസ്സിങ്? നമ്മൾ ശ്വസിക്കുന്ന വായു അല്ലെങ്കിൽ അതിലുള്ള ഓക്സിജൻ ബ്ലഡിലേക്ക് കൊടുക്കുകയും ബ്ലഡിൽ കൂടി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുകയും ചെയ്യുക. ആ ഒരു ടോക്സിനാണ്. ആ ടോക്സിൻ നമ്മുടെ ശരീരത്തിൽ നമ്മളുടെ എനർജിക്ക് വേണ്ടി നമ്മളുടെ ഓരോ കോശങ്ങളിലും ഓക്സിജൻ ചെന്ന് കത്തി അവിടെ ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന ഒരു പ്രോസസ്സാണ് ഇതിൽ കൂടി നടക്കുന്നത്. അപ്പൊ ഒരു ടോക്സിനെ റിമൂവ് ചെയ്യുന്ന ഒരു പർപ്പസ് കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് സപ്ലൈ ചെയ്യുക മാത്രമല്ല, സെയിം ടൈം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ടോക്സിൻ, ഗ്യാസ് ആയിട്ടുള്ള
ടോക്സിനെ പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുമ്പോൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അത് രണ്ട് പർപ്പസാണ് നടക്കുന്നത്. ശരീരത്തിന് ഓക്സിജൻ കൊടുക്കുക മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻ ആയിട്ടുള്ള ഗേഷ്യസ് ആയിട്ടുള്ള വേസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാനും സഹായിക്കും. അത് ലങ്സ്. അപ്പൊ നമ്മൾക്ക് റെസ്പിറേറ്ററി സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമ്മൾക്ക് നോക്കാം. നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ മൂക്ക് മുതൽ ലങ്സ് വരെ എത്തുന്ന ഈ പോർഷനാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. മൂക്ക്, അതിനുശേഷം ഈ പറയുന്ന വിൻഡ് പൈപ്പ്, ഈ വിൻഡ് പൈപ്പ്, ആ വിൻഡ് പൈപ്പോട് കൂടി പിന്നെ ലങ്സിലേക്ക് എത്തുന്നു. ആ ലങ്സിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കുറച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും പഴയ ക്ലാസ്സുകളിൽ നിന്നൊക്കെ. ദ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന ഈ സിസ്റ്റം ദാറ്റ് ഹെൽപ്പ് us breathe, take in oxygen and remove carbon dioxide from our body. In simple words, it is a system that gives life and energy. അപ്പൊ നമ്മുടെ ലൈഫ്, നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ശ്വസിക്കുമ്പോഴാണ്. അപ്പൊ നമ്മളുടെ ജീവൻ നിലനിർത്താനും നമ്മൾക്ക് എനർജി നൽകാനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബ്രീത്തിങ് ആണ്. അപ്പൊ ഈ ലങ്സ് ആണ് ജീവൻ നിലനിർത്തുന്നത്. അതിനുള്ളൊരു സിസ്റ്റമാണ്. അത് മൂക്ക് മുതൽ നമ്മുടെ ലങ്സ് വരെയുള്ള ഏരിയയാണ് ഇത് നമ്മുടെ ജീവൻ നിലനിർത്തുകയും നമ്മൾക്ക് എനർജി തരികയും ചെയ്യുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചാണ് എനർജി ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതെങ്കിൽ ഇതുകൂടി മനസ്സിലാക്കുക. ആ ഭക്ഷണത്തിന്റെ കൂടെ തന്നെ നമ്മൾക്ക് ഓക്സിജനും കൂടി ശരീരത്തിൽ ചെന്നാലേ നമ്മൾക്ക് എനർജി ലഭിക്കുകയുള്ളൂ എന്നുകൂടി മനസ്സിലാക്കുക. ഇത് ഈ രീതിയിലാണ് നമ്മുടെ ബ്രീത്തിങ് ചെയ്യുമ്പോൾ, ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ എന്താണ്, ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ ഓക്സിജൻ ഉള്ളിലേക്ക് ചെല്ലുന്നു, ഓക്സിജൻ ബ്ലഡിലേക്ക് പോകുന്നു, ബ്ലഡിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറമേക്കും നമ്മൾ ഉച്ഛ്വാസത്തിൽ കൂടി ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ശ്വാസം വെളിയിലോട്ട് പോകും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതാണ് ആ ബ്രീത്തിങ്ങിന്റെ പ്രോസസ് എന്ന് പറയുന്നതാണ്. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ചേഞ്ച് ചെയ്ത് ബ്ലഡിലേക്ക് ഓക്സിജൻ കൊടുക്കുന്നു, പുറമേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഈ ലങ്സ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം ചെയ്യുന്നത്. ഇതെവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ നാസൽ ക്യാവിറ്റി അല്ലെങ്കിൽ നോസ്, മൂക്കിൽ നിന്നാണ് അതിന്റെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞാൽ എയർ. ഇതൊരു ഫിൽട്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആദ്യമേ നമ്മുടെ ഡസ്റ്റ് റിമൂവ് ചെയ്യുന്നു, അതിൽ വരുന്ന എന്തെങ്കിലും വൈറസോ ജെംസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നു, വാം ആൻഡ് മോയ്സ്ചർ എയർ സപ്ലൈ ചെയ്യുന്നു. ആക്ട് ലൈക്ക് എ നാച്ചുറൽ ഫിൽട്ടർ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക നാച്ചുറൽ ഫിൽട്ടർ എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാച്ചുറൽ ഫിൽട്ടർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുക. ആദ്യമേ തന്നെ മൂക്കിലുള്ള രോമകൂപങ്ങൾ വലിയ ഡസ്റ്റുകളെ ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നു. ആ വലിയ ഡസ്റ്റുകളെ ഫിൽട്ടർ ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്, കറക്റ്റ് ടെമ്പറേച്ചറിൽ നമ്മുടെ ലങ്സിലേക്ക് നമ്മുടെ ഓക്സിജൻ എത്തുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. അതേപോലെ തന്നെ ആ ഓക്സിജനുള്ള ഹ്യൂമിഡിറ്റിയും കറക്റ്റ് ആയിട്ട് നിയന്ത്രിച്ചിട്ടാണ് നമ്മുടെ ലങ്സിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നത്. അപ്പൊ മൂക്ക് വഴി നമ്മൾ ശ്വസിക്കുമ്പോൾ, വായിൽ കൂടി ശ്വസിക്കുമ്പോൾ ഈ രണ്ട് പ്രോസസ്സും നടക്കില്ല. സപ്ലൈ ചെയ്യുന്ന ഓക്സിജന്റെ ടെമ്പറേച്ചർ കറക്റ്റ് ആയിരിക്കില്ല, അത് ഫിൽട്രേഷൻ നടന്നിട്ടുണ്ടാവില്ല, ഹ്യൂമിഡിറ്റി ഉണ്ടാവുകയില്ല. ആ ഹ്യൂമിഡിറ്റി, ആ ഈർപ്പം, കറക്റ്റ് ലെവലിലുള്ള ഈർപ്പം കൂടി നമ്മുടെ ലങ്സിലേക്ക് ചെന്നാലാണ് നമ്മൾക്ക് പലതരത്തിലുള്ള രോഗാണുക്കളെയും പ്രതിരോധിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് വായിൽ കൂടി ശ്വസിക്കുമ്പോൾ ഈ പറയുന്ന പലതരം അസുഖങ്ങളിലേക്ക് നമുക്ക് ജലദോഷം വരുന്നു, തുമ്മൽ വരുന്നു. ഇതെല്ലാം വരാനുള്ളതിന്റെ കാരണം പലതരത്തിലുള്ള വൈറസ് ഉള്ളിലേക്ക് കടക്കുന്നത് കൊണ്ടാണ്. കറക്റ്റായിട്ടുള്ള ഈർപ്പം ചെല്ലുമ്പോൾ തന്നെ പലതരത്തിലുള്ള വൈറസോ അല്ലെങ്കിൽ ഇതിനൊക്കെ നമ്മുടെ ലങ്സ് തന്നെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടോ. അതെങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മുടെ മൂക്കിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിൻഡ് പൈപ്പാണ്. ആ വിൻഡ് പൈപ്പിന്റെ ചുറ്റുമുള്ള മ്യൂക്കസ് ലെയർ, കഫം എന്ന് പറയുന്ന ആ ലെയറാണ് മൈന്യൂട്ട്. ആദ്യമേ മൂക്കിലെ വലിയ ഡസ്റ്റുകളെല്ലാം ഫിൽട്ടർ ചെയ്യും, അതിനുശേഷം പിന്നെ വിൻഡ് പൈപ്പ് കൂടി കടന്നു പോകുമ്പോൾ ആ മ്യൂക്കസ് ലെയർ ഒരു സ്റ്റിക്കി ആയിട്ടുള്ളതാണ്. നമുക്കറിയാം മ്യൂക്കസ് എന്ന് പറയുന്നത്. ആ മ്യൂക്കസിന്റെ അടിയിൽ ഒരു രോമകൂപങ്ങൾ പോലെയുണ്ട്. അതിങ്ങനെ മ്യൂക്കസ് ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ മൂവ് ചെയ്ത് എന്തെങ്കിലും ഡസ്റ്റോ എന്തെങ്കിലും ഉള്ളിൽ കടന്ന് ഇതിൽ സ്റ്റിക്ക് ആയി കഴിഞ്ഞാൽ സ്ലോലി പതുക്കെ ഈ പറയുന്ന മ്യൂക്കസിനെ പുറന്തള്ളാൻ വേണ്ടി മുകളിലേക്ക് പുഷ് ചെയ്ത് നമ്മുടെ ഒന്നല്ലെങ്കിൽ വായിലേക്ക് വരും, അല്ലെങ്കിൽ തുമ്മും, ചുമച്ച് കഫം പുറത്തേക്ക് നമ്മൾ കളയും. അത് നാച്ചുറൽ ആയിട്ട കാര്യമാണ്. എന്തെങ്കിലും ഡസ്റ്റോ ഒക്കെ ചെല്ലുമ്പോഴാണ് നമുക്ക് തുമ്മൽ വരുന്നത്, അതേപോലെ തന്നെ നമ്മൾക്ക് ചുമയം വരുന്നതിന്റെ കാരണം അതാണ്. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ കൂടി നമ്മളുടെ ഡസ്റ്റും അതുപോലെയുള്ള വൈറസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ മനസ്സിലാക്കണം. സോ
അത് അപ്പൊ ആ ഫിൽട്രേഷൻ നടക്കുന്നുണ്ടാവും. അതിനുശേഷം എന്താ സംഭവിക്കുക, പിന്നെ വരുന്നതെന്ന് ടർക്കി അല്ലെങ്കിൽ വിൻഡ് പൈപ്പിലാണ് ഈ പറയുന്ന ഇതെല്ലാം. ട്യൂബ് ക്യാരീസ് എയർ ടു ലങ്സ്, കീപ് എയർവേ ഓപ്പൺ. അപ്പൊ ആ എയർവേ നല്ല രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ആ വിൻഡ് പൈപ്പ് ശരിയായിട്ട് ഓപ്പൺ ചെയ്തു വരുന്നത്. നമ്മൾ അതാണ് ഡീപ്പായിട്ട് അറിഞ്ഞുകൊണ്ട് മൂക്കിൽ കൂടി ശ്വസിക്കുമ്പോഴാണ് ഈ ഏരിയ എല്ലാം ശരിക്കും ആക്ടിവേറ്റ് ചെയ്യുകയും അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ശരിയായ രീതിയിൽ ഡീപ്പായിട്ട് അറിഞ്ഞുകൊണ്ട് ബ്രീത്ത് ചെയ്ത് പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ്. അടുത്തതെന്ന് പറയുന്നത് ബ്രോങ്കൈ ആൻഡ് ബ്രോഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇവിടുന്ന് വരുന്ന ലങ്സിലേക്ക് എത്തിക്കഴിയുമ്പോഴുള്ള ഏരിയയാണ്. ഇൻസൈഡ് ലങ്സ് ഡിസ്ട്രിബ്യൂട്ട് എയർ ഈവൻലി ലൈക്ക് എ ട്രീ ബ്രാഞ്ചസ്. ആ ട്രീ ബ്രാഞ്ചസ് ആണ് അതിനകത്ത്. അതുപോലെ നമ്മുടെ ലങ്സിന്റെ ഉള്ളിലുള്ള ബ്രോങ്കൈ ആണ് ഇതെല്ലാം നടക്കുന്നത്. ഇതാണ് പിക്ചർ കാണിച്ചു തരാം. ആൻഡ് ആൽവിയോളി എന്ന് പറയുന്ന എയർ സാക്ക് ലൈക്ക് എ ടൈനി, ചെറിയ ചെറിയ ബലൂൺ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. അതിനകത്ത് മെയിൻ പ്ലേസ് ഓഫ് ഗ്യാസ് എക്സ്ചേഞ്ച്. ഈ ആൽവിയോളിയിലാണ് ശരിക്കും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്സിജൻ എൻറ്റേഴ്സ് ബ്ലഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നു. അപ്പൊ അത് നമ്മൾ പിക്ചറിൽ കാണിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. ഇപ്പൊ ലങ്സിലേക്ക് വരുന്ന ഇത് നമ്മുടെ ടർക്കിയ അല്ലെങ്കിൽ നമ്മുടെ ട്രക്കിയയിൽ പറയുന്ന വിൻഡ് പൈപ്പ് എന്ന് നമ്മൾ ഈസി ആയിട്ട് പറഞ്ഞ വിൻഡ് പൈപ്പ്, അതാണ് ഈ വിൻഡ് പൈപ്പാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്നിട്ട് ഇതുപോലെ ചെറിയ അത് കുറച്ചുകൂടെ എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ് ഈ കാണുന്ന. ഇവിടെയാണ് ഈ ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഓക്സിജൻ ബ്ലഡിലേക്ക് കൊടുക്കും, കാർബൺ ഡൈ ഓക്സൈഡ് പുറമേക്കും ഇടുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ അതെല്ലാം എക്സ്പാൻഡ് ചെയ്ത് കുറച്ചുകൂടി വലിപ്പത്തിൽ കാണിച്ചിരിക്കുന്നത് ഇതേപോലെ. ഇത് ഒരു സൈഡിൽ നിന്ന് ബ്ലഡ് വരുന്നു, അത് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു, ഇവിടെ നിന്ന് ഓക്സിജൻ എടുത്ത് ഇത് തിരിച്ച് ഹാർട്ടിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് നടക്കുന്നത്. നമ്മുടെ ലങ്സിലെ ക്രോസ് സെക്ഷൻ ആണ് എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് മെറ്റിക്കുലസ്ലി നമ്മുടെ പ്രകൃതി നമ്മൾക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എത്ര നല്ല രീതിയിൽ നമ്മൾ ഒരിക്കലും ഇതൊന്നും വെറുതെ ഇരിക്കുന്നില്ല. നമ്മൾ ഉറങ്ങുമ്പോഴും ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ത്രൂ ഔട്ട് ലങ്സും നമ്മുടെ ഹാർട്ടും ത്രൂ ഔട്ട് പമ്പിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഓക്സിജൻ എക്സ്ചേഞ്ച് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നു, അത് ഹാർട്ടിലേക്ക് പോകുന്നു, ഹാർട്ടിൽ നിന്ന് പ്രഷർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് നമ്മുടെ ഓരോ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സ് കണ്ടിന്യൂസ്ലി നടക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ ഡയഫ്രം. നമ്മുടെ ഈ തൊറാസിക് ഏജിനും നമ്മുടെ അബ്ഡമിനും സെൻട്രലിൽ വരുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള മസിലാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഈ മസിൽ ലങ്സിൽ താഴെയുള്ള കൺട്രോൾസ് ബ്രീത്തിങ് മൂവ്മെന്റ്. ആ ബ്രീത്തിങ് മൂവ്മെന്റ് ആണ് മുകളിലോട്ടും താഴോട്ടും ഇത് ചലിച്ചുകൊണ്ടാണ് നമ്മുടെ ബ്രീത്തിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പെർഫെക്റ്റ് ആയിട്ട് ബ്രീത്ത് ചെയ്യുക. ആ റിതമിക് ആയിട്ട് നമ്മുടെ ഹാർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ വരും. അതായത് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഡയഫ്രം താഴേക്ക് വരികയും വയറ് വീർത്തു വരികയും ചെയ്യുകയും, വയറ് ഉള്ളിലോട്ട് പോകുമ്പോൾ ശ്വാസം ഉള്ളിലോട്ട് വിടുമ്പോൾ വയറ് ഉള്ളിലോട്ട് പോവുകയും ഡയഫ്രം മുകളിലേക്ക് പോകുകയും ശ്വാസം വെളിയിലോട്ട് പോവുകയും ചെയ്തു. അപ്പൊ ആ റിതം കറക്റ്റ് ആണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ശരിയായ രീതിയിൽ ബ്രീത്ത് ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത്. അത് തിരിച്ചായി കഴിഞ്ഞാൽ അത് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനെ ബാധിക്കുന്നുണ്ടാവും. സോ അത് ഈ രീതിയിലാണ്. നമ്മൾ ഈ താഴെ കാണുന്ന ഈ ഡയഫ്രത്തിന്റെ പിക്ചറാണ്. അപ്പൊ നമ്മുടെ ഇൻഹെയിൽ ചെയ്യുമ്പോൾ താഴേക്ക് വരുന്നു, എക്സെയിൽ ചെയ്യുമ്പോൾ മുകളിലോട്ട് പോകുന്ന പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കുക സപ്പോർട്ട്സ് ബ്രെയിൻ ഫങ്ഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഓക്സിജൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനെയാണ് ഏറ്റവും അധികം ബാധിക്കും. എപ്പോഴും നല്ല രീതിയിൽ ഓക്സിജൻ ലഭിച്ചാൽ മാത്രമേ ബ്രെയിനിന്റെ ഫങ്ഷൻ എന്താണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അതുപോലെ ഇത് പ്രോസസ് ചെയ്യുന്ന ബ്രെയിനിലാണ്. അപ്പൊ ആ ബ്രെയിൻ നീഡ്സ് കോൺസ്റ്റന്റ് ഓക്സിജൻ, ബെറ്റർ ബ്രീത്തിങ്, ബെറ്റർ തിങ്കിങ്. കാരണം അവിടെയാണ് നമ്മൾക്ക് നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്ത് നല്ല രീതിയിൽ ഓക്സിജൻ സപ്ലൈ ചെയ്ത് ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ മാത്രമല്ല ലങ്സിലേക്കും കറക്റ്റായ രീതിയിൽ ഓക്സിജൻ കിട്ടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശരിയായി ചിന്തിക്കാൻ സാധിക്കുള്ളൂ. ശരിയായി ചിന്തിച്ചാലേ നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഒന്ന് സമാധാനമായിട്ടിരുന്നുകൊണ്ട് അതിനൊരു തീരുമാനം എടുക്കാൻ സാധിക്കും. വരുന്നതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് നമ്മൾക്ക് ചിന്തിക്കാൻ, അഭിമുഖീകരിക്കണം എന്ന് മനസ്സിലാക്കാൻ നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്താലേ നമുക്ക് നടക്കുകയുള്ളൂ. അതാണ് നമ്മൾ പറയുന്നത്. എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുകയല്ല വേണ്ടത്, നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യുക. റെസ്പോണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വന്നത് ഇതൊക്കെ എല്ലാം സംഭവിക്കാം, മോശമായിട്ട് സംഭവിക്കാം. ഇതൊക്കെ സംഭവിക്കുമ്പോഴും നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യുക, അതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥയിൽ നമ്മൾ നല്ല രീതിയിൽ ഓക്സിജൻ ലഭിച്ചാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാം. സോ വോയിസ് പ്രൊഡക്ഷൻ, നമ്മുടെ
നമ്മൾ ഈ പാട്ട് പാടുന്നവർക്കൊക്കെ ഇത് ഈ പറയുന്ന എക്സർസൈസുകൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും. സാധാരണ പാട്ട് പാടുന്നവര് ഈ കാലഘട്ടത്തിൽ അവരും ഈ പറഞ്ഞ മാതിരി എക്സർസൈസ് ചെയ്യുന്നില്ല, നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് പാടുന്ന സമയത്ത് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ നന്നായിട്ട് പാടാൻ വേണ്ടി നമ്മൾക്ക് ബ്രീത്തിങ് എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഈ പാട്ട് പാടാൻ മാത്രമല്ല, നല്ല രീതിയിൽ സംസാരിക്കാനും, നമ്മുടെ സ്ട്രോങ് ആയിട്ട് കണ്ടിന്യൂസ്ലി സംസാരിക്കാനും, നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിൽ നമ്മുടെ ലങ്സ് പവർ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് അതും സാധിക്കുകയുള്ളൂ. അപ്പൊ ആ വോയിസ് പ്രൊഡക്ഷനെ ഈ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ വോയിസ് നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. പാട്ടുകാരെ സംബന്ധിച്ചും പ്രാസംഗികരെ സംബന്ധിച്ചൊക്കെ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ നോക്കുക, ഇതിന്റെ സൈക്കിൾ എങ്ങനെയാണ്, ഈ ചെയിൻ റിയാക്ഷൻ. നമ്മുടെ ഓക്സിജൻ എയർ നമ്മുടെ നോസിൽ കൂടി കടക്കുന്നു, അത് ട്രക്ക് ചെയ്യുക, അല്ലെങ്കിൽ വിൻഡ് പൈപ്പിൽ കൂടി പോകുന്നു, അത് ലങ്സിൽ എത്തുന്നു, അത് ആൽവിയോളി വഴി നമ്മുടെ ബ്ലഡിലേക്ക് പോകുന്നു. ആൻഡ് അത് ആ ബ്ലഡിലേക്ക് എത്തുന്ന ഓക്സിജനെ ബ്ലഡ് കൊണ്ടുപോയി നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ നമുക്ക് എനർജി ലഭിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ബാക്ക് ടു ലങ്സിലേക്ക് പോകുന്ന ആ ലങ്സ് അതുപോലെ അത് പുറത്തേക്ക് ഉച്ഛ്വസിക്കുന്ന സമയത്തേക്ക് പുറത്തേക്ക് വിടുന്നു. അപ്പൊ ആ ഒരു സൈക്കിളാണ് ഈ രീതിയിലുള്ളത്. അപ്പൊ അത് കറക്റ്റായി ബ്രീത്ത് ചെയ്യുമ്പോഴാണ് നമുക്കത് സംഭവിക്കാതെ മനസ്സിലാക്കുക. സോ നമ്മൾ ഒരു ഷാലോ ബ്രീത്തിങ്, നമ്മൾ മോശമായ രീതിയിൽ ബ്രീത്ത് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്തൊക്കെയാണ്? ലോ ഓക്സിജൻ ആണെങ്കിൽ ലോ എനർജി വരുമ്പോൾ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്നു. സ്ട്രെസ് ഉണ്ടായി കഴിയുമ്പോൾ പുവർ കോൺസെൻട്രേഷൻ, നമ്മുടെ ജോലിയിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അത് പിന്നെ ഓരോരോ ചിന്തയിലേക്ക് പോയി തുടക്കം ഇല്ലായ്മയിലേക്ക് പോകുന്നു. അതുപോലെ പല അസുഖങ്ങളിലേക്ക് പോകുന്നു. ആ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ കഴിക്കുന്നു. ആ മെഡിസിൻ കഴിക്കുന്നുണ്ട് മറ്റു പല അസുഖങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന്. വൺസ് ഏതെങ്കിലും ഒരു അസുഖത്തിന് നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരും, അത് ഈ കാലഘട്ടത്തിലെ അസുഖമാണ്, പഴയ കാലത്തെ പകർച്ചവ്യാധികൾ മെഡിസിൻ കഴിച്ചാൽ മാറുമായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിലുള്ള ഡീജനറേറ്റീവ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് വൺസ് വന്നു കഴിഞ്ഞ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ അസുഖം നമുക്ക് മാനേജ് ചെയ്തേ മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. ആരുടെയും ഈ അസുഖങ്ങൾ മാറുന്നില്ല എന്ന് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മാനേജ് ചെയ്ത് പോയി കഴിയുമ്പോൾ എന്താണ്, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അതിന് വേറെ മെഡിസിൻ കഴിക്കും, പിന്നെ അതിൽ നിന്ന് മറ്റൊന്നിലേക്ക്, അങ്ങനെ വേറെ മെഡിസിൻ കഴിക്കും. അങ്ങനെ കുറെ അധികം മെഡിസിൻ കഴിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നുണ്ടാവും. റെസ്പിറേറ്ററി സിസ്റ്റം ഈസ് എ ഫൗണ്ടേഷൻ ഓഫ് ഹെൽത്ത്. അത് അടിസ്ഥാനം, നമ്മുടെ ഏറ്റവും ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം. എല്ലാ സിസ്റ്റവും, നമ്മുടെ എല്ലാ ഓർഗൻസും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. എല്ലാം വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഓക്സിജനും എനർജിയും നമ്മുടെ ശരീരത്തിന് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ഇഫ് ബ്രീത്തിങ് ഇസ് റോങ് എൻറ്റയർ സിസ്റ്റം ബിക്കം. ബ്രീത്തിങ് ആണ് നമ്മൾ ഏറ്റവും ആദ്യം കറക്റ്റ് ചെയ്യേണ്ടത്, ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ ബ്രീത്തിങ് ഇസ് കറക്റ്റ്, എനർജി വരും, മൈൻഡ് ഹെൽത്ത് ഉണ്ടാവും, അത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാവും. ഇതാണ് നമ്മൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ബ്രീത്തിങ്ങിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ബ്രീത്തിങ്ങിന്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട എന്തുകൊണ്ട് ഇത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് ബ്രീത്തിനെ കുറിച്ച് സംസാരിക്കുന്നു, നമ്മൾ എന്തിനത് പ്രാക്ടീസ് ചെയ്തൊരു ഹാബിറ്റാക്കി മാറ്റണം എന്നുള്ളതാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോ നമ്മുടെ ശ്വസനം ലൈഫുമായിട്ട് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്നുള്ളതിന്റെ ഒരു ഇതാണ് ഇതിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാവുന്നത്. തന്നെയല്ല, നമ്മുടെ ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് പ്രകൃതി എന്ന് പറയാം, ദൈവം തമ്പുരാൻ എന്ന് പറയാം. ആ സൃഷ്ടിപ്പിന്റെ രീതി അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അത്രയും കെയർ ചെയ്തിട്ട് ഇതിനകത്തുള്ള ഡസ്റ്റ്, അതുപോലെ പിന്നെ ഈ ഇതെന്താ പറയാ, മറ്റുള്ള അണുക്കൾ നമ്മളെ എഫക്ട് ചെയ്യാത്ത രൂപത്തിൽ ഫിൽറ്ററിങ് കഴിഞ്ഞിട്ടാണ് നമ്മളിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ തന്നെ അതിന്റെ എത്രത്തോളം കെയർ ചെയ്യണം നമ്മൾ പോലും അറിയുന്നില്ല. നമ്മളിത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. നമ്മ ഉറങ്ങിയാലും ഉണർന്നാലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു, നമ്മളുടെ ഓക്സിജൻ ഫ്രീ ആണ്. അതുകൊണ്ടാണ് അത് ശരിയായ രീതിയിലാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതെന്ന് ആരും ചിന്തിക്കാതിരുന്നത്. അപ്പൊ ഇപ്പോൾ ഇപ്പൊ നമ്മൾ ആ ബ്രീത്തിങ് കറക്റ്റ് ആയിട്ട് കിട്ടാത്തത് കൊണ്ടാണ് ഈ അസുഖങ്ങളെല്ലാം വരുന്നത് നമ്മൾ മനസ്സിലാക്കുക. അതനുസരിച്ച് ബ്രീത്തിങ് കറക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് കറക്റ്റ് ആണത്. ഓക്കെ, താങ്ക്സ് ഉണ്ട്, താങ്ക്ഫുൾ ആണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്നതില്. ഇത് ഓരോ കുടുംബത്തിലേക്കും എത്തിക്കുക എന്നുള്ളത് എന്റെ ഒരു ദൗത്യമാണ്. എന്റെ പാഷനാണ്. എന്റെ പാഷൻ എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ആവേശമാണ്.
ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കുന്നത് 66 വയസ്സിലും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള കാരണം എനിക്ക് എങ്ങനെയോ ഒരു ഭാഗ്യം ലഭിച്ചു. ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം ഒരു 40 വർഷം മുമ്പ് കിട്ടി. അത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് പോന്നപ്പോൾ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഞാൻ വലിയ രീതിയിൽ യോഗ ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കണ്ടിന്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. കണ്ടിന്യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ഗുണം കിട്ടുക. എക്സർസൈസ് ആണെങ്കിലും കണ്ടിന്യൂസ്ലി അത് റെഗുലർ ആയിട്ട് ചെയ്യേണ്ട, കുളിക്കുന്ന പോലെ ഒന്നും ചെയ്യേണ്ടതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയാണ് അതിന്റെ പ്രാധാന്യം വരുന്നത്. അപ്പൊ ഞാൻ ഏതൊക്കെ ഒരു കാര്യങ്ങൾ പഠിച്ചോ, ആദ്യമേ ഞാൻ പഠിച്ചത് യോഗ ചെയ്യാനാണ്. ഞാൻ സൂര്യ നമസ്കാരം ചെയ്തിരുന്നു. സൂര്യ നമസ്കാരം ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഗുണം കിട്ടി. അതിനുശേഷം പിന്നീട് സയൻസ് കുറച്ചുകൂടി അഡ്വാൻസ് ആയി കഴിഞ്ഞപ്പോ സൂര്യ നമസ്കാരം മാത്രമാണ്, അത് വളരെ നല്ല രീതിയിലുള്ള യോഗ ആണ്, എല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത്. പക്ഷെ ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സർസൈസ് കൂടി ആവശ്യമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശരീരം, മസിൽസും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും കുറച്ചുകൂടി നല്ലതായിട്ടും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാലൻസിങ്, സർട്ടൻ ഏജ് കഴിയുമ്പോൾ ആൾക്കാർ മറിഞ്ഞു വീഴുന്നതും തട്ടി വീഴുന്നതിന്റെ ഒക്കെ കാരണം ബാലൻസിങ് തെറ്റുന്നതുകൊണ്ടാണ്. അത് ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഫിസിക്കൽ എക്സർസൈസും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ.